ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാൻ കർത്താവ് നൽകിയ ഈ നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മീറ്റിങ്ങിനായി കാത്തിരിക്കുന്ന ഒത്തിരി അധികം ജനങ്ങളിലേക്ക് ഈ ശുശ്രൂഷകളെ അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവാകുന്നുവല്ലോ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചനകളെ ദൈവമക്കളിലേക്ക് തുറന്നു കൊടുക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാകുന്നുവല്ലോ ആ ഭാഗ്യമൊക്കെയും നമുക്ക് വീണ്ടും വീണ്ടും സിദ്ധിച്ചു വരുന്നത്. അതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ കൊതിയോടെയാണ്, പ്രതീക്ഷയോടെയാണ് ഒരു ദൈവശബ്ദം ഇന്ന് എന്നോടുണ്ടാകും. എനിക്കെടുക്കത്തക്ക നിലയിൽ ഒരു ദൈവാലോചന ഇന്നത്തെ സന്ദേശത്തിലൂടെ എനിക്ക് കേൾക്കാൻ സാധിക്കും. ഈ ചിന്തയോടെയാണല്ലോ നിങ്ങൾ ഇന്ന് ഈ മീറ്റിങ്ങിൽ ഈ ഡിവൈസിൻ്റെ മുമ്പിൽ, ഈ ടി വിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഈ മൊബൈലിൻ്റെ മുമ്പിൽ, ഈ ടാബിൻ്റെ മുമ്പിൽ, ലാപ്പിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നത്. നിങ്ങളെന്ത് മനോഭാവത്തോടിരിക്കുന്നോ അതിനൊത്തവണ്ണം കർത്താവ് നിങ്ങളോട് ചെയ്യട്ടെ. നിങ്ങൾ ഏത് അവസ്ഥയിലിരിക്കുന്നോ ആ അവസ്ഥയ്ക്കൊത്തവണ്ണം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. എൻ്റെ വിശ്വാസം ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ദൈവം ഭയങ്കര ഒരു വിടുതലിൻ്റെ കരം നമ്മുടെ മേൽ വെക്കുമെന്നും ഒരു ശക്തി, ദിവ്യശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ അവിടുന്ന് കൈമാറുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. പുനരുത്ഥാനത്തിൻ്റെ ശക്തിക്ക് ലക്ഷക്കണക്കിന് അർത്ഥങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ എല്ലാ സാധ്യതകളും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ വിശ്വാസത്തോടെ റിലീസ് ചെയ്യുകയാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേലും അത് എവണ്ണം പ്രവർത്തിക്കണമോ അവണ്ണം പ്രവർത്തിക്കത്തക്ക നിലയിൽ ആ ദൈവശക്തി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ ഇന്നത്തെ സന്ദേശത്തിലേക്ക് ഞാൻ ചുവടുവെക്കുന്നു. കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം, കൊലോസ്യരുടെ ലേഖനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14 മുതൽ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. എല്ലാ ദൈവമക്കളും വിശുദ്ധ ബൈബിൾ തുറക്കുക. നിങ്ങൾ കുറിച്ചെടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കുറിച്ചെടുക്കുക. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. നിങ്ങൾ ആ ദൈവ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്ന ദൈവമക്കളായാൽ അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി ഭയങ്കര വലുതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കാം, ശ്രദ്ധിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തുമായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭാഗം ലോകത്തിലെ സകല ക്രൈസ്തവ മക്കൾക്കും ക്രിസ്തുവിൽ പ്രിയരായിട്ടുള്ള എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ദൈവവചനത്തിൻ്റെ പ്രത്യേകതകളെ എൻ്റെ പല സന്ദേശങ്ങൾക്കകത്തും ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ഒരു വാക്യത്തിനകത്ത് കോടാനുകോടി അർത്ഥങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് സംഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഞാൻ എടുത്ത് ശുശ്രൂഷിച്ചിട്ടുള്ള വാക്യങ്ങൾ പോലും പലപ്പോഴും എൻ്റെ ഒരവശ്യ സമയത്ത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് ദൈവം തുറന്നു കാട്ടി ഞാൻ പ്രസംഗിച്ചിട്ടില്ലാത്ത അർത്ഥങ്ങളോടുകൂടെ അന്നത്തെ എൻ്റെ സാഹചര്യത്തോട് ബന്ധപ്പെടുത്തി ദൈവം എന്നോട് പലപ്പോഴും സംസാരിച്ചത് ഞാൻ ഈ സമയം ഓർക്കുന്നു. നിങ്ങളിൽ പലർക്കും അത് അങ്ങനെ തന്നെ ആ അനുഭവം ഉണ്ടായി കാണാനുള്ള സാധ്യതയുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കേട്ട ഒരു വചനമാണല്ലോ, കേട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങളായിരിക്കാം എന്നുള്ള മുൻവിധിയൊന്നും കൊടുക്കാതെ
തുറന്ന മനസാക്ഷിയോടും ഹൃദയത്തോടും കൂടെ ഈ ദൈവവചനത്തോട് നിങ്ങൾ സമീപിക്കുമെന്നുണ്ടെങ്കിൽ പരിചയമില്ലാത്ത, മുൻപരിചയങ്ങളില്ലാത്ത ദൈവാനുഭവങ്ങളിലൂടെ ദൈവം ഇന്ന് നിങ്ങളെ സ്പർശിക്കുവാനിടയായിത്തീരും. പൗലോസ് പറയുന്നു, ദൈവം ചെയ്ത ഒരു പ്രവൃത്തി, രക്ഷകൻ ചെയ്ത ഒരു പ്രവൃത്തി, നസറായനായ യേശു ചെയ്ത ഒരു പ്രവൃത്തി, ലോകത്തിലുള്ള ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ക്രിസ്തുവിൽ നിന്ന് ഒരനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയില്ല. ഒരനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയില്ല. ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നേ ഞാനൊരു വ്യക്തിയുമായി നേരിട്ട് സംസാരിച്ചു. അവർ ഒരു അക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തി ഇടയ്ക്ക് സന്ദേശങ്ങളൊക്കെ അവർക്ക് കൈമാറാറുണ്ട്. ചില അച്ഛന്മാർ പ്രസംഗിച്ച വചനങ്ങളും അതുപോലെ മറ്റ് ചില വചനം സംസാരിക്കുന്നത് ഒക്കെ അവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ ഇവർ അക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ അവർക്ക് ഇപ്പം അച്ഛൻ പ്രസംഗിച്ചോ പാസ്റ്റർ പ്രസംഗിച്ചോ എന്നുള്ളതല്ല, കർത്താവ് ആര് പ്രസംഗിക്കുന്ന വാക്യത്തിലൂടെയാണ് ഒരു വ്യക്തിയെ ക്രിസ്തുവിലോട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് പറയാനൊക്കത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പലരുടെ മെസ്സേജുകൾ എന്നെ ഭയങ്കരമായി സ്പർശിച്ച സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അച്ഛന്മാർ പ്രസംഗിച്ച പ്രസംഗങ്ങളും പലപ്പോഴും എനിക്ക് ലഭിക്കുന്ന സമയത്ത് നല്ല സന്ദേശമൊക്കെയാണ്, നല്ലൊരാശയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല സമയങ്ങളിൽ എന്നെ അതിലെ ആശയങ്ങൾ തൊട്ടതായിട്ട് എൻ്റെ അനുഭവമാണ്. അപ്പോൾ ഈ വ്യക്തി സംസാരിച്ച സമയത്ത് പറഞ്ഞു, അത് ഞാനിങ്ങനൊരു മീറ്റിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളതറിയാം, ചില സന്ദേശങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി ആദ്യ നാളുകളിൽ ഭയങ്കരമാകുന്ന മറ്റൊരു വിശ്വാസത്തിൽ നിന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ അവർ പറയുകയാണ്, ഞാൻ ഈ വചനങ്ങളൊക്കെ കേട്ട് ഇടയ്ക്ക് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ യേശുവെ എന്നൊക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ അനുഭവങ്ങളാണ് എനിക്കുണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അവർ നിലനിൽക്കുന്ന ഒരു വിശ്വാസത്തിൽ നടക്കാത്തതായ കാര്യങ്ങളും, എന്നാൽ ഈ ഒരു യേശുവെ ഒന്നും അറിയത്തില്ല എന്നാലും യേശുവെ എന്നുള്ള വിളിക്കാൻ മാത്രം അറിയാമെന്നുള്ളൊരു കർത്താവെ യേശുപ്പച്ച അവരുടെ ആ ഒരു അറിവിൽ പോലും ദൈവം അവർക്ക് ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് അവർ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, വലിയ യമണ്ടൻ പ്രസംഗങ്ങൾക്കകത്തുകൂടെ വലിയ പ്രവൃത്തി നടക്കത്തുള്ളൂ എന്നൊക്കെ നമുക്ക് വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിലൊക്കെ അങ്ങ് മാറ്റിയേക്കണം. കാരണം നിലത്ത് ചവിട്ടി നടക്കുന്ന മണ്ണ് ചേറ് കുഴച്ച് ഒരന്ധൻ്റെ കണ്ണിന്മേൽ വെച്ച് ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകി കാഴ്ച പ്രാപിക്കാൻ പറഞ്ഞ കർത്താവാണ്. നമ്മൾ ചവിട്ടിക്കളയുന്ന ചില കേസുകളായിരിക്കും കർത്താവ് എടുത്ത് വലിയ മരുന്നുകളായി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ചവിട്ടി നടന്ന പേപ്പറുകൾക്കകത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് വേണ്ടുന്ന വലിയ ആലോചനകൾ ഉള്ളത്. എനിക്ക് ചില സമയം ഇങ്ങനൊരു ശീലമുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ ട്രാക്റ്റ് ചുരുട്ടിക്കൂട്ടി തറയിലിട്ടേക്കുന്നതൊക്കെ കാണാം. എൻ്റെ ഉള്ളു പറഞ്ഞാൽ, എനിക്ക് തോന്നിയാൽ ഞാൻ വഴിയിൽ നിന്നൊക്കെ ചിലപ്പോൾ എടുത്ത് തുറന്ന് വായിക്കും. ചിലപ്പോൾ കണ്ടാക്കാൻ ഞാൻ തൊടാതെ പോയിന്നിരിക്കാം. പക്ഷേ എൻ്റെ ഉള്ളിൽ അതൊന്ന് എടുക്കുമെന്ന് പറഞ്ഞാൽ എടുക്കും, തുറക്കും, വായിക്കും. ഒന്നും ചെയ്തില്ലെങ്കിലും എടുക്കും. ആ ചുളിവ് അങ്ങ് മാറ്റി മടക്കി ഏതെങ്കിലും ഒരു മതിൽപ്പുറത്ത് വെക്കും. ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ മതിലിന്മേൽ ചാരി നിൽക്കുമ്പോൾ ഇതെന്തുവാ ഈ പേപ്പർ കഷ്ണം ഒന്ന് എടുത്ത് തുറന്നൊന്ന് വായിച്ചാൽ മതിയല്ലോ, നാളെ അവൻ ചിലപ്പോൾ സിഗരറ്റ് വലിക്കേണ്ടെന്ന് വിചാരിച്ചെന്നിരിക്കും. എന്താ അങ്ങനെ സംഭവിച്ചുകൂടെ? അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നൊക്കെ പറയുന്നത് ഞാൻ മുമ്പ് വിചാരിച്ചു അതൊക്കെ നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത് പോലെയാണ്, 15 സെൻറ്റിമീറ്റർ 17 സെൻറ്റിമീറ്റർ അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിലും യേശു തൊട്ടാൽ ജീവനുണ്ട്. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം സഹോദര, നിങ്ങളുടെ വീടാകട്ടെ, നിങ്ങളുടെ ഭൂമിയാകട്ടെ, നിങ്ങളുടെ ജീവിതമാകട്ടെ, നിങ്ങളുടെ വിശ്വാസമാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയാകട്ടെ, ബന്ധങ്ങളാകട്ടെ, ജീവനില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നിങ്ങൾ. ജീവനില്ലാത്തൊരവസ്ഥയ്ക്ക് സാക്ഷിയായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സന്ദേശം കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ, ചവിട്ടി നടക്കുന്ന കാൽച്ചുവടിൽ പറ്റിയ മണ്ണിന്മേൽ പോലും
എൻ്റെ കർത്താവിൻ്റെ കൈ വന്നാലുണ്ടല്ലോ, ഒരു പുതിയ ജീവൻ നിൻ്റെ ജീവിതത്തിൽ കൈമാറാൻ ആ സ്പർശനം ധാരാളമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദൂത് എനിക്ക് പറയാൻ നിങ്ങളോടുണ്ട്, ഭയങ്കര ഉറപ്പോടെയുണ്ട്. അത് ഞാൻ ഈ പറയുന്ന വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. എന്താണെന്നറിയാവോ? ഇന്നൊരു പുനരുത്ഥാനത്തിൻ്റെ ജീവൻ നമ്മുടെ മേൽ വ്യാപരിക്കാൻ പോകുവാണ്. എവിടെയൊക്കെയോ ചലനമറ്റ് കിടക്കുന്ന, എവിടെയൊക്കെയോ ചലനമറ്റുപോയ, എവിടെയൊക്കെയോ ജീവിച്ചു മതി എന്നൊക്കെ തീരുമാനിച്ച, ജീവിച്ചു മടുത്തു എന്നൊക്കെ തീരുമാനിച്ച, പ്രാർത്ഥിച്ചു മടുത്തു എന്നൊക്കെ തീരുമാനിച്ച, ആത്മീയ ജീവിതത്തിൽ മരണനിഴൽ തട്ടി നിൽക്കുന്ന, സാമ്പത്തിക മേഖലകളിൽ മരണപ്പുതപ്പ് വന്ന് വീണിരിക്കുന്ന, ഒരു പ്രകാശവും കാണാൻ ഒരു വഴിയുമില്ലാതിരിക്കെ നിയമങ്ങൾ മുഴുവനും വിരോധമായി നിൽക്കുന്ന, ബന്ധങ്ങൾ മുഴുവനും ശത്രുക്കളായി നിൽക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് ദൈവശബ്ദം വന്ന് ആഞ്ഞടിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സുഹൃത്തെ, നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിൽ നിന്റെ കണ്ണു തുറക്കാനുള്ളൊരു കാഴ്ചയുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത കർത്താവിൻ്റെ പ്രവൃത്തി, ചവിട്ടി നടക്കുന്ന മണ്ണിൽ ഞാൻ തൊട്ടാൽ നിന്റെ കണ്ണു തുറക്കത്തക്ക കാഴ്ചയുടെ ശക്തി ആ മണ്ണിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ എൻ്റെ യേശു കർത്താവിൻ്റെ അരുമകരം ഇന്ന് നിന്റെ മരണമേഖലകളിൽ തൊട്ടുകഴിഞ്ഞാൽ, ആ സാമ്പത്തിക മേഖലയിൽ തൊട്ടാൽ, ആത്മീയ മേഖലയിൽ തൊട്ടാൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ തൊട്ടാൽ, ബന്ധങ്ങളിൽ തൊട്ടാൽ, മിനിസ്ട്രിയിൽ തൊട്ടാൽ, യേശുവിൻ്റെ നാമത്തിൽ മരണക്കെട്ടുകൾ അഴിഞ്ഞിരിക്കും, മരണനിഴലുകൾ മാറിയിരിക്കും, ഇരുട്ടിൻ്റെ പുതപ്പുകൾ കത്തിമാറും. ഉടമന ഹടക ശംദൽ ഖവനി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി ആഞ്ഞടിച്ചു തുടങ്ങുകയാണ്. ആ ദൈവശക്തി ആഞ്ഞടിച്ചു തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കുന്നത് നല്ലതാ. ഹല്ലേലൂയ. പേര് പറഞ്ഞ് പ്രവചിച്ചാലേ ദൈവപ്രവൃത്തി വെളിപ്പെടൂ എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ദയവായി വെയിറ്റ് ചെയ്താലും, ഒരു പേര് വിളിക്കുന്ന അഭിഷിക്തൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് വരെ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്നാലും, എന്നാൽ ഏറ്റവും വലിയ, എനിക്ക് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എന്നെ അറിഞ്ഞൊരു നാഥനെക്കുറിച്ചാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ദൈവശക്തിയോടും സാന്നിധ്യത്തോടും ഒന്ന് പ്രതികരിച്ചു തുടങ്ങുക. ആ കെട്ടിവെച്ചിരിക്കുന്ന കൈയൊക്കെ ഒന്ന് അഴിച്ചിട്ട് തുടങ്ങുക. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയത്തുള്ളൂ. കാലിന്മേ കാലിട്ട് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ധാഷ്ട്യമൊക്കെ ഒന്ന് മാറ്റി, ആ കാലിന്മേ കാലൊക്കെ ഒന്ന് എടുത്ത് അരുമനാഥനെ ഒന്ന് പ്രതികരിച്ചു തുടങ്ങുക. സാന്നിധ്യത്തിൽ ആമേൻ. തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറി ഉണർവോടുകൂടെ എൻ്റെ പാർട്ട് ഞാൻ ചെയ്തു തുടങ്ങുന്നു എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ആത്മീയ ജീവിതത്തിൽ ഉണരാൻ ശ്രമിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കിടന്നു കാണുന്ന ശീലമൊക്കെ ഒന്ന് മാറ്റി എഴുന്നേറ്റിരുന്നൊന്ന് പ്രതികരിച്ചു തുടങ്ങുക ദൈവ സാന്നിധ്യത്തോട്. ഞാൻ തന്നെ എന്നെ കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന പല മേഖലകളുണ്ടെന്ന് ദയവായി മനസ്സിലാക്കുക. ശേഷം ഭൂതത്തിൻ്റെ കെട്ടുകളും മാനുഷിക കെട്ടുകളും പൈശാചിക കെട്ടുകളെയും ഒക്കെ അഴിപ്പാൻ തക്കവണ്ണം നാഥൻ കരുണയോടെ ജീവിതത്തിൽ ഇറങ്ങുമെന്ന് തിരിച്ചറിയുക. ഒറ്റ കാര്യമേ ഉള്ളൂ. കർത്താവും നാം ചവിട്ടി നടക്കുന്ന മണ്ണിൽ കുഴച്ച് അവൻ്റെ കണ്ണിൽ വെച്ചിട്ട് രണ്ടാമതൊരു വാക്ക് പറഞ്ഞു. എന്നാന്നറിയാവോ? ഇനി അടുത്ത പാർട്ട് നിന്റെതാ മോനെ. എന്നാ കർത്താവേ? ശീലോഹാം എന്ന കുളത്തിൽ പോയി നിന്റെ കണ്ണ് കഴുകുക. ശീലോഹാം എന്ന കുളത്തിൽ പോയി നിന്റെ കണ്ണ് കഴുകുക. ഞാൻ അന്നും വിശ്വസിക്കുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു. എപ്പോഴും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് രണ്ടു പേരുടെ സഹകരണം ആവശ്യമാണ്. ഒന്ന്, ദൈവപ്രവൃത്തി ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവുള്ള എൻ്റെ സഹകരണം. രണ്ട്, ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റെ സഹകരണം. തീർച്ചയായും ദൈവത്തിൻ്റെ സഹകരണം ദൈവത്തെ വിളിക്കുന്ന ഏതൊരു മനുഷ്യനും ലഭിക്കും. എന്നാൽ എൻ്റെ സഹകരണമാണ് പലയിടത്തും കുറവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെട്ടിവെച്ച കയ്യും കാലിൻ്റെ പുറത്ത് കയറ്റിവെച്ച കാലും ആമേൻ 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 നീണ്ടു നിവർന്ന് പട്ടുമത്തയിൽ കിടക്കുന്ന പോലത്തെ കിടപ്പും തലയ്ക്ക് കൈ കൊടുത്തുള്ള കാണലും, അങ്ങനെ നമ്മുടെ നെഗ്ലിജൻസ് ഒക്കെ ഒന്ന് മാറ്റി, ആ ഒരു റിജക്ഷൻ മെൻറ്റാലിറ്റിയൊക്കെ ഒന്ന് മാറ്റി അരുമനാഥനോട് സമീപിക്കാൻ ഒരു പുതിയ ജീവൻ, ഒരു പുനരുദ്ധാനത്തിൻ്റെ ജീവൻ നിൻ്റെ ഉള്ളിലേക്കൊന്ന് സ്വീകരിച്ചുകൊണ്ട് ഇന്നു മുതൽ നിൻ്റെ ആത്മീയ ജീവിതത്തിനൊരു മാറ്റുകുറിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിൻ്റെ ജീവിതം ഇന്നു മുതൽ മാറ്റുകുറിക്കാൻ സ്വർഗവും തയ്യാറാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അവണ്ണം ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം വിശ്വസ്തനാകുന്നത് കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. വചനം പറയുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്. അപ്പോൾ കയ്യെഴുത്തുകൾ പലതുണ്ട്. എല്ലാ എഴുത്തുകളും അനുകൂലമല്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പ്രതികൂലമായ ഒരു കയ്യെഴുത്തുണ്ട്. കർത്താവായ യേശുക്രിസ്തു എൻ്റെ പ്രതികൂലങ്ങൾക്ക് വേണ്ടിയും എൻ്റെ ദോഷങ്ങൾക്ക് വേണ്ടിയും ശാപങ്ങൾക്ക് വേണ്ടിയും ക്രൂശിതനായപ്പോൾ അവിടുന്ന് ആ തോളിലെത്തിയ കുരിശിന്മേൽ
ആ കുരിശിനേക്കാൾ വലിയ ഭാരം എൻ്റെയും എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെയും പാപങ്ങൾക്കുണ്ടായിരുന്നു. എനിക്കെതിരെ ഞാൻ അറിയാതെ എഴുതിയ എഴുത്തുകൾ, നമുക്കെതിരെ നാം അറിയാതെ പറഞ്ഞു വെച്ചടച്ച വാക്കുകൾ, നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത പല തെറ്റുകൾ, നീചകർമ്മങ്ങൾ, കർമ്മദോഷങ്ങൾ, സകലവിധമാകുന്ന ശാപങ്ങൾ, ദൈവകൃപയ്ക്ക് പാത്രമാകാൻ കഴിയാത്ത അവസ്ഥകൾ, ചേഷ്ടകൾ, സ്വഭാവ വൈകൃതങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള ഭാരം കർത്താവ് ചുമന്ന ക്രൂശിനേക്കാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. 6000 വർഷങ്ങൾക്ക് മുൻപേ എന്ന് നാം ചൊല്ലി വരുന്നു, ചിലർ 2000 വർഷങ്ങൾക്ക് മുൻപേ എന്ന് ചൊല്ലുന്നു. എനിവേ 6000 വർഷങ്ങൾക്ക് മുൻപേ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാൻ ഏത് കാലം വരെ ഈ ഭൂമിയിൽ ജീവിക്കുമോ ആ കാലം വരെയുള്ള പാപത്തിൻ്റെ പരിഹാരമാണ് യേശു അന്ന് ചുമന്നത്. ഞാൻ ഏത് കാലം വരെ പാപം ചെയ്യുമോ ആ കാലം വരെയുള്ള എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി യേശു ചുമന്നത്. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്യരുത് എന്ന ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റതിന് ശേഷം ഞാൻ മേലിൽ പാപത്തിൽ കമ്മിറ്റഡ് ആകരുത് എന്നുള്ള ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കണം. അങ്ങനെ ഒരു നിർബന്ധം കിടക്കണം. കാരണം കർത്താവ് ഒരിക്കലായി ക്രൂശിക്കപ്പെട്ടത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, ശാപങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് പുതിയൊരു ജീവിതവും ജീവനും നൽകാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ പുതിയ ജീവിതം? എനിക്കുണ്ടായിരുന്ന ഒരു ജീവിതത്തെ, ദൈവവുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധമുള്ളൊരു ജീവിതത്തെ വീണ്ടും എന്നിലേക്ക് നൽകുന്നതിനു വേണ്ടി, ദൈവവുമായിട്ടുണ്ടായിരുന്ന ഒരു വഴിയെ തടയപ്പെട്ട അവസ്ഥയിൽ നിന്ന് വീണ്ടും ഒന്ന് ആ വഴി തുറന്നു തരുന്നതിന് വേണ്ടി, ക്രിസ്തുവിൽ എന്നെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടി യേശു കർത്താവ് 6000 വർഷങ്ങൾക്ക് മുൻപേ ക്രൂശിതനായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും പുനരുദ്ധാനത്തിൻ്റെ ശക്തിയോടുകൂടെ താൻ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ കീഴടക്കി, മരണത്തിൽ കീഴടക്കിയിരുന്ന ദൈവമക്കളെ വീണ്ടും ജീവിപ്പിക്കുവാൻ അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവായി വന്നിരിക്കുന്നു. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് നമ്മിലിരിക്കുന്നു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു. അപ്പം ഇന്നത്തെ എൻ്റെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിന്ന് ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൈയെഴുത്തിനെ കുറിച്ചാണ്. എല്ലാ കൈയെഴുത്തുകളും നമ്മൾ പറഞ്ഞു നമുക്കനുകൂലമായ കൈയെഴുത്തല്ല. എല്ലാ എഴുത്തുകളും നമ്മെ സന്തോഷിപ്പിക്കുന്ന എഴുത്തുകളല്ല. എല്ലാ കൈയും നമ്മെ താങ്ങുന്ന കൈകളല്ല. എല്ലാ കൈകളും നമ്മെ തലോടുന്ന കൈകളല്ല. എല്ലാ കൈ കൊണ്ടുള്ള എഴുത്തുകളും നമ്മുടെ വളർച്ചയ്ക്ക് എന്നവണ്ണമുള്ള എഴുത്തുകളല്ല. എല്ലാ കൈയും വിശ്വസ്ത കൈകളല്ല, കരങ്ങളല്ല. എല്ലാ കൈകളും സഹായിക്കുന്ന കൈകളല്ല. കൈ സഹായിക്കണമെങ്കിൽ മനസ്സ് അവരോട് സംസാരിക്കണം. അപ്പോൾ കൈ പ്രതികൂലമാകുന്നുവെങ്കിൽ മനസ്സ് പ്രതികൂലമാകുന്നു എന്നൊരർത്ഥം കൂടെയുണ്ട്. കൈ സഹായിക്കണമെങ്കിൽ, കൈ താങ്ങണമെങ്കിൽ, കൈ തലോടണമെങ്കിൽ, കൈ പിടിക്കണമെങ്കിൽ, കൈ ഉയർത്തണമെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ അനുകൂലമായിരിക്കണം. അപ്പോൾ വിരോധമായി ഒരു കൈയെഴുത്തൊരു മനുഷ്യൻ്റെ മേൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു മനോവികാര ഇച്ഛയും കൂടെ അതിൻ്റെ പിന്നിൽ അപ്രത്യക്ഷമായി നിന്നുകൊണ്ട്, കാണാൻ പറ്റാത്ത ഒരു നിലയിൽ നിന്നുകൊണ്ട് ഒരു വികാരം കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു കൈ വിരോധമായ ഒരു രേഖ എഴുതുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ നമുക്ക് വരേണ്ട സകല ദോഷങ്ങളും പുത്രൻ്റെ മേൽ ഏൽപ്പിക്കാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് അസ്ഥികളിൽ ഒന്നുപോലും ഒടിയാതെ, ഒരു തലമുടി നാര് പോലും ആ കല്ലറയ്ക്കകത്ത് അവശേഷിപ്പിക്കാതെ മുഴുവനായി ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇന്ന് നാം ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ഒരല്പവും ശേഷിക്കാതെ മരണത്തിൻ്റെ നിഴലിനെ നീക്കി മരണത്തെ കീഴടക്കി ഒരു തലമുടി നാര് പോലും ആ കല്ലറയ്ക്ക് അകത്തില്ലാത്ത നിലയിൽ പുത്രനെ അവിടെ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി ഇന്ന് വിരോധമായ ചില രേഖകൾക്കുമേലും വിരോധമായി എഴുതിയ ചില എഴുത്തുകളെയും മായ്ച്ചു കളയുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ ആ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. അപ്പോൾ പ്രതികൂലമായി ഒരു കൈയെഴുത്ത് വെറുതെ എഴുതി വിടാൻ പറ്റത്തില്ല. അതിൻ്റെ പിന്നിൽ അങ്ങനെ ചിന്തിച്ച ഒരു മനസ്സുണ്ട്. വിരോധമായ ഒരു എഴുത്ത് വെറുതെ എഴുതാൻ പറ്റത്തില്ല. ആ എഴുത്തെഴുതാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു മനസ്സുണ്ട്, ഒരു ചിന്ത. ഞാൻ പറഞ്ഞു, ഒരു മനസ്സ് അതിന് തയ്യാറാകണമെങ്കിൽ അതിനെ നിയന്ത്രിച്ച ഒരു മനോവികാര ഇച്ഛയുണ്ട്. അതെന്ത് തന്നെയാണെങ്കിലും ആ ഇച്ഛയും മനസ്സും വികാരവും ഒരുപോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ആ വ്യക്തിയുടെ കൈ നമുക്ക് വിരോധമായി ഒരു എഴുത്ത് എഴുതിയത്. അപ്പോൾ ഇവിടെ ഞാൻ ആത്മാവിലൊരു കാര്യം നിങ്ങളെ നോക്കി പറയാം. നിങ്ങൾക്കെതിരെ ഒത്തിരി അനുകൂലമായ എഴുത്തുകൾ വായിച്ച് നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടാകാം. ഒത്തിരി നിങ്ങളെ വളർത്തുന്ന സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, വായിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിരോധമായ ചില എഴുത്തുകളും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകാം, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് പ്രതികൂലമായ ഒരു എഴുത്ത്. ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ എഴുത്തുകളും കണ്ണിൽ കാണുമെന്ന് നമ്മൾ ചിന്തിച്ചെങ്കിൽ നമ്മൾ അമ്പെ പരാജയപ്പെട്ടു പോയി. എല്ലാ എഴുത്തുകളും കണ്ണിൽ കാണാൻ പറ്റുന്നില്ല. എല്ലാ എഴുത്തുകളും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഭാഷ തന്നെ പലവിധമുണ്ട്, പല തരത്തിലുണ്ട്, നൂറുകണക്കിന് ഭാഷകളുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, എല്ലാ ഭാഷയിലും പ്രാവീണ്യം നേടി എല്ലാവരും ഇതിനകത്തില്ല. അതുകൊണ്ട് അറിയാവുന്ന ഭാഷകൾ വായിച്ച് അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ചില ഭാഷകൾ നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട്, ചില ഭാഷകളിലുള്ള പരിജ്ഞാനം നമുക്കില്ലാത്തത് കൊണ്ട് ആ ഒരു എഴുത്ത് വായിക്കാൻ കഴിയാത്തതുപോലെ അദൃശ്യ മണ്ഡലത്തിൽ നമുക്കറിഞ്ഞുകൂടാത്ത പല കോഡിങ് നമുക്ക് വിരോധമായി എഴുതിയിട്ടിട്ടുണ്ടാകാം. മാനുഷികമായി തന്നെ മനുഷ്യനിർമ്മിതമായ പല കോഡിങ്, നമുക്ക് വിരോധമായിട്ടുള്ള കോഡിങ് ഒരുപക്ഷെ ചമച്ചു വെച്ചിട്ടുണ്ടാകാം. വിരോധമായ ഒരു കൈയെഴുത്തുണ്ട് എന്ന് അറിയുന്ന അപ്പോസ്തലനാണല്ലോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഒരു വിരോധമായ കൈയെഴുത്ത് യേശു മായിച്ചു എന്ന്. എഴുത്തുകളെല്ലാം അനുകൂലമല്ല എന്ന് അപ്പോസ്തലൻ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ വിരോധമായ കൈയെഴുത്ത് മായിച്ചു എന്ന് എഴുതുന്നത്. ഭൂതങ്ങൾക്ക് മാത്രമല്ല വിരോധമായി ഒരു രേഖ ചമയ്ക്കാൻ കഴിയുക എന്നും ഭൂമിയിലുള്ള മനുഷ്യൻ്റെ കൈകൾക്കും ഒരു മനുഷ്യന് വിരോധമായി രേഖയുണ്ടാക്കാൻ കഴിയുമെന്ന് അപ്പോസ്തലൻ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ വിരോധമായ കൈയെഴുത്ത് മായിച്ചു എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുപോലെ മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായി ഒരു നിയമത്തെ ഉണ്ടാക്കിച്ചുവെങ്കിൽ, മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായി ഒരു നിയമം ചമപ്പിച്ചുവെങ്കിൽ, മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായി ഒരു കേസ് ഉണ്ടാക്കിയെങ്കിൽ, മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയെങ്കിൽ, നിങ്ങളുടെ നന്മയ്ക്ക് പ്രതികൂലമായി, നിങ്ങളുടെ വളർച്ചയ്ക്ക് ദോഷമായി, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വിഘ്നമായി ഒരു രേഖകൾ ഉണ്ടാക്കിയെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന ദൈവശക്തിക്ക്, ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ പ്രിയപ്പെട്ട നിങ്ങളും വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പ്രവൃത്തി നടക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുപോലെ അപ്പോസ്തലൻ തിരിച്ചറിയുന്നു, എല്ലാ എഴുത്തുകളും അനുകൂലമല്ല, വിരോധമായ രേഖകളുണ്ട്. നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന രേഖകളുണ്ട്, സമൃദ്ധിയെ തടയുന്ന രേഖകളുണ്ട്, എഴുത്തുകളുണ്ട്. ആത്മീയ ജീവിതത്തെ താളം തെറ്റിക്കുന്ന രേഖകളുണ്ട്, ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന രേഖകളുണ്ട്, വളർച്ച മുരടിപ്പിക്കുന്ന രേഖകളുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് പ്രിയപ്പെട്ടവർ വരിക. ഇയ്യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 31-ാമത്തെ അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം ഒന്ന് ദൈവമക്കൾ വായിച്ച്. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ, അയ്യോ എൻ്റെ സങ്കടം കേൾക്കുന്നവനുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, ഇതാ എൻ്റെ ഒപ്പ്, സർവശക്തൻ എനിക്കുത്തരം നൽകുമാറാകട്ടെ.
എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങളെ വാക്യം കേട്ടോ? നിങ്ങളെ വാക്യം വായിച്ചോ? അയ്യോ, എൻ്റെ സങ്കടം കേൾക്കുന്നവനുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ എൻ്റെ ഒപ്പ. സർവശക്തൻ എനിക്കുത്തരം നൽകുമാറാകട്ടെ. എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ഇയ്യോബ് എന്ന് പറയുന്ന നീതിമാനായ മനുഷ്യന് നേരെ പോലും അന്യായമായി ഒരു രേഖ ചമച്ച പ്രതിയോഗിയുണ്ട് എന്ന് ദൈവത്തെ കുടുംബസമേതം ആരാധിക്കുന്ന ഒരു നീതിമാനായ മനുഷ്യൻ. ആരാ നീതിമാനെന്ന് അദ്ദേഹത്തെ പട്ടം കൊടുത്ത് ആചരിച്ചത് പാസ്റ്റർ ദീപു കൃഷ്ണയല്ല, സാക്ഷാൽ ദൈവം തന്നെ. നീതിമാനായ ഇയ്യോബ്, ദൈവഭക്തനായ ഇയ്യോബ്, ദോഷം വിട്ടകലുന്ന ഇയ്യോബെന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു നീതിമാനായ മനുഷ്യന് വിരോധമായി അന്യായമായി ഒരു രേഖ, ന്യായമായ രേഖയല്ല, അന്യായമായ ഒരു രേഖ ചമച്ചത് ഒരു ദൂതനല്ല, സ്വർഗത്തിൽ നിന്നൊരു വ്യക്തിയല്ല, അതൊരു പ്രതിയോഗിയാണ്. തൻ്റെ വളർച്ചയ്ക്ക് അസൂയ മൂത്ത് നിൽക്കുന്ന ഒരു പ്രതിയോഗി, തൻ്റെ സമ്പത്തിനെതിരെ അസൂയയുള്ള ഒരു പ്രതിയോഗി, തൻ്റെ ദൈവബന്ധത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിയോഗി, തൻ്റെ വിശ്വസ്തതയെയും വിശുദ്ധിയെയും കളയാൻ നിൽക്കുന്ന ഒരു പ്രതിയോഗി, തൻ്റെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കെടുത്താൻ നിൽക്കുന്ന ഒരു പ്രതിയോഗി, തൻ്റെ വളർച്ചയിൽ കണ്ണുകടിയുള്ള പ്രതിയോഗി, തൻ്റെ ബന്ധങ്ങൾ തകർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിയോഗി, സ്വന്തം ഭാര്യ പോലും തന്നെ ഉപേക്ഷിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതിയോഗി, തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, തന്നെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി, താൻ സ്വീകരിച്ച വിശ്വാസത്തെ പോലും ഉപേക്ഷിച്ച് കളയാനുള്ള നിലയിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു അന്യായമാകുന്ന രേഖ കണ്ട് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഇയ്യോബ് പറയണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരു വെളിപ്പാട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇയ്യോബിൻ്റെ. അത് എനിക്കെതിരായി ഒരു അന്യായ രേഖയുണ്ട് എന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കിയല്ലോ. ആരോ പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പോലും പറയുന്നു, ഈ പ്രാർത്ഥിക്കുന്നവന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും ബന്ധനങ്ങളും കെട്ടും, എന്ത് പറഞ്ഞാലും ഭൂതം, പ്രേതം, പിശാച്, ചാത്തൻ എന്നൊക്കെ പറയുന്നത്. ഏറ്റവും കൂടുതൽ അതിനോട് മല്ല് പിടിക്കുന്നവരായിരിക്കും അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ അത് ജീവിതത്തിൽ അനുഭവമുള്ളവരായിരിക്കും അതിനെക്കുറിച്ച് ജനത്തെ അവയർനെസ് ഉള്ളവരാക്കി മാറ്റുന്നത്. ജനത്തെ അത് എഡ്യൂക്കേറ്റ് ചെയ്യും. എന്നും പറഞ്ഞ് ഭൂതത്തെയും പ്രേതത്തെയും പിശാചിനെയും കുറിച്ച് മാത്രം മെസ്സേജ് എടുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഭൂമിയിൽ യേശു കർത്താവ് അതിനെ ഹൈലൈറ്റ് ചെയ്തില്ല. പക്ഷെ കർത്താവിൻ്റെ എല്ലാ മിനിസ്ട്രിയിലും അതിനെ ശാസിച്ചു. ഏത് രോഗത്തിൻ്റെ പിന്നിലും ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ആ സ്പിരിറ്റിനെ യേശു ശാസിച്ചു. ചിലതിനെ വിട്ടുപോകാൻ കൽപ്പിച്ചു, ചിലതിനോട് ആജ്ഞാപിച്ചു, ശക്തമായി ആജ്ഞാപിച്ചു. അതുപോലെ അത് കണ്ട് കിട്ടിയത് കൊണ്ടാണ്, യേശുവിന് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് യേശു കണ്ട് കിട്ടിയത് കൊണ്ടാണ്, ആ രേഖ എന്തെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിനെ ജയിക്കാൻ തക്കവണ്ണമുള്ള ഒരു അധികാരം യേശു പ്രാപിച്ചത്. അതുപോലെ ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ വെളിപ്പാടിന് ഞാൻ അപ്ലോസ് ചെയ്യുന്നു. കാരണം ഇയ്യോബ് മനസ്സിലാക്കി, അയ്യോ, എനിക്ക് എൻ്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അന്യായമായ ഒരു രേഖ ഇയ്യോബിന് എതിരെ എഴുതിയതാണ് താൻ ഇന്ന് ന്യായമല്ലാത്ത ഈ ദുഃഖം മുഴുവനും അനുഭവിക്കുന്നതെന്ന് ഇയ്യോബ് മനസ്സിലാക്കുകയും അടുത്തൊരു വാക്ക് പറഞ്ഞു, അതെൻ്റെ കൈവശം കിട്ടിയെങ്കിൽ ഞാൻ ആ രേഖ തകർത്തേനെ, ഞാൻ ആ രേഖയെ
കത്തിച്ചു കളഞ്ഞേനെ, ഞാൻ അതിന്മേലൊരു ജയമെടുത്തേനെ എന്ന് ഇയ്യോബ് ഉറച്ചു വിശ്വസിച്ചതുപോലെ ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുമ്പോൾ, ഈ സന്ദേശം ഞാൻ നിങ്ങളോട് വിവരിച്ച് കൈമാറുമ്പോൾ, ഇന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വ്യഥയ്ക്ക് ന്യായമല്ലാത്തതായ ചില കാരണങ്ങളുണ്ടെന്നും, എന്തോ അന്യായമായ ഒരു രേഖയുടെ ക്ലൈം എനിക്ക് നേരെ ഉണ്ടെന്നും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കൈകളിലേക്ക് വരാതെ വണ്ണം തടയുന്ന ഒരു കയ്യെഴുത്തുണ്ടെന്നും, ഒരു നന്മ പ്രാപിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കയ്യെഴുത്ത് എനിക്ക് വിരോധമായി നിൽക്കുന്നു എന്നും, എൻ്റെ വസ്തുവിന്മേൽ, എൻ്റെ നന്മകളിന്മേൽ, എൻ്റെ ഉദ്ദേശത്തിന്മേൽ, സ്വപ്നത്തിന്മേൽ വാഴുന്ന ഒരു ദുഷ്ട കയ്യെഴുത്തുണ്ടെന്നും, അതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ചില ദുഷ്ടാത്മകരങ്ങളായിരിക്കാം, ഒരുപക്ഷെ മനുഷ്യകരങ്ങളായിരിക്കാം, എന്തു തന്നെയാണെങ്കിലും ആ രേഖ ഞാൻ ഇന്ന് ആത്മാവിൽ പിടിച്ചെടുത്ത് അതിനെ ഞാൻ തകർക്കുമെന്നും ഇയ്യോബ് പറഞ്ഞതുപോലെ ആ രേഖ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു മനുഷ്യന് കൊള്ളാം എന്നുള്ളൊരു സമയം വരുന്നത് വിരോധങ്ങളെ തകർത്ത് ജയിക്കുമ്പോഴാണ്. ഒരു മനുഷ്യൻ്റെ കൃഷിഫലം കൊള്ളാം എന്ന് പറയാൻ പറ്റുന്നത് അവിടെ ആ കൃഷിഫല ആ വിത്തിനെ മുളപ്പിക്കുന്ന ഒരു മണ്ണുണ്ടെന്ന് കാണുമ്പോഴാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, നീ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസ കടലിന്മേൽ എറിഞ്ഞതുപോലത്തെ അവസ്ഥ നിനക്കുണ്ടെങ്കിൽ, നിങ്ങൾ കൂട്ടിവെക്കുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ സമ്പാദിക്കുന്ന ബന്ധങ്ങൾ പോലും നിങ്ങൾക്ക് നേരെ സർപ്പം പോലെ തിരിഞ്ഞു കൊത്തുന്നൊരവസ്ഥയുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ ആരോടോ സംസാരിക്കുകയാണ്, ആരുടെയോ ജീവിതത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. എവിടെയോ ഏതോ മുക്കിലോ മൂലയിലോ ഏതോ ദിക്കിലോ നിനക്ക് വിരോധമായ ഒരു രേഖ ചമച്ചിരിക്കുന്നു. ഇന്ന് ആ രേഖയ്ക്കെതിരെ പ്രാർത്ഥിക്കാൻ, ഇന്ന് ആ രേഖയ്ക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കാൻ, അതിനെ ഒന്ന് കണ്ടുപിടിച്ച് തകർക്കാൻ ഇന്ന് ദൈവം നിനക്കൊരു കൃപ തരാൻ ഈ സെക്കൻഡിൽ ഈ ദൈവവചനത്തോടൊന്ന് പ്രതികരിച്ചു തുടങ്ങുമെങ്കിൽ, ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി ഒന്ന് എഴുന്നേൽപ്പിക്കുക, ആരെയൊക്കെയോ ദൈവാത്മാവ് ഒന്ന് എഴുന്നേൽപ്പിക്കുകയാ. പുത്രൻ കിടന്ന കല്ലറയിലേക്ക് ദൈവം സന്ദർശിച്ചതുപോലെ ഏതൊക്കെയോ കല്ലറകൾ തേടി ഇന്ന് ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്, ഏതൊക്കെയോ കുടുംബങ്ങളെ തേടി ഇറങ്ങി വന്നിട്ടുണ്ട്. മക്കളിൽ നിന്ന് പോലും ഒരു നല്ല അനുഭവം ഇല്ലാതെ, വളർത്തി വലുതാക്കിയ മക്കളിൽ നിന്നൊരു അനുഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും അത് കിട്ടാതെ വ്യസനിക്കുന്ന ചില അമ്മമാർ, ചില കുടുംബസ്ഥന്മാർ, ഇതിന് ചില പിതാക്കന്മാർ ഇതിനകത്തുണ്ട്. പ്രാർത്ഥിച്ച് നേടിയ പല കാര്യങ്ങളും കൈവിട്ടു പോകുന്ന ഒരു ഘട്ടം വരെ വരുന്ന ഒരു സന്ദർഭത്തിൽ നിൽക്കുന്ന ചില കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. നിനക്ക് വിരോധമായി ചലിക്കുന്ന അവകാശപത്രങ്ങളെ കീറിക്കള. ഇന്ന് പകലിൽ നിനക്ക് വിരോധമായി ചലിക്കുന്ന ചില അവകാശപത്രങ്ങൾ, നിനക്ക് വിരോധമായി വാദിക്കുന്ന ചില രേഖകൾ, അന്യായ രേഖകൾ, നിനക്ക് വിരോധമായി എഴുതിയ ചില സാമാന്യ രേഖകൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യാൻ ഒരു പുതുശക്തിയോടെ നീ ദൈവസന്നിധിയിൽ എഴുന്നേൽക്ക്, ഒരു പുതുശക്തിയോടെ എഴുന്നേൽക്ക്. എല്ലാ മടുപ്പുകളും മാറി തുടങ്ങട്ടെ, എല്ലാ ആത്മീയ അന്ധതയും നീങ്ങട്ടെ, എല്ലാ സ്പിരിച്വൽ ബൈൻഡിങ്സും അഴിയട്ടെ, എല്ലാ ആത്മീയ കെട്ടുകളും അഴിയട്ടെ, എല്ലാ സാമ്പത്തിക മേഖലകളെ ബന്ധിച്ചു വെച്ച ബന്ധനങ്ങളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. എല്ലാ ദൈവപ്രവൃത്തികളെ തടയുന്ന അന്യായ ശക്തികൾ ഉടമന ഹടകദൽ ശംദൽ കമനി ഈ സെക്കൻഡിൽ അതിനെ യേശുവിന്റെ നാമത്തിൽ തകർത്ത് ജയമെടുക്കുന്നു. ഇതിനകത്ത് പ്രതികരിക്കുന്ന ആരേലും ഉണ്ടോ? ഇതിനകത്ത് പ്രതികരിക്കുന്ന ആരേലും ഉണ്ടോ? നന്നായി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നതല്ലേ, നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതല്ലേ, നല്ല വെളിപ്പാടുണ്ടായിരുന്നതല്ലേ, എവിടെയെങ്കിലുമൊക്കെ കെട്ടുവീണെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ മൈൻഡ് മാറിയെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്കായെങ്കിൽ തിരിച്ചു പിടിക്ക്. നിന്നെ ഉപദേശിച്ചൊരു ഉപദേശത്തിനകത്ത് നിനക്ക് വിരോധമായ ഒരു രേഖയുണ്ടെങ്കിൽ, നീ വായിച്ച പത്രത്തിനകത്ത് നിനക്ക് വിരോധമായ ഒരു രേഖയുണ്ടെങ്കിൽ, പിശാച് തക്കം പാത്തിരുന്ന് നിന്നെ ബ്ലോക്ക് ചെയ്ത ഏതെങ്കിലും ഒരു തലമുണ്ടെങ്കിൽ, ഇന്ന് തിരിച്ചു പിടിക്കുക പഴയ ഒരു ആത്മീയ അനുഭവം, ഇന്ന് തിരിച്ചു പിടിക്കുക പഴയ ഒരു ആത്മശക്തി. യേശുവിൻ്റെ നാമത്തിൽ ഇയ്യോബ് പറയാണ്, കുറേ കുറ്റം പറഞ്ഞിട്ട്, കുറേ വിധിയെ പഴിച്ചിട്ട്, കുറേ ജനന ദിവസത്തെ ശപിച്ചിട്ട് പറയുകയാണ്, ഞാനൊരു കാര്യം അറിയുന്നു. എന്താ ഇയ്യോബേ അങ്ങ് അറിഞ്ഞത്? അത് പ്രാർത്ഥിച്ച പാസ്റ്ററുടെ പ്രശ്നമല്ല, പിന്നെയോ ഞാൻ സേവിച്ച ദൈവത്തിൻ്റെ പ്രശ്നവും അല്ല, പിന്നെയോ എൻ്റെ ജനന ദിവസത്തിൻ്റെ പ്രശ്നവും അല്ല, പിന്നെയോ എൻ്റെ നക്ഷത്രദോഷവും അല്ല, പിന്നെയോ ജാതകപ്പിശകുമല്ല, പിന്നെയോ എനിക്ക് വിരോധമായ ഒരു രേഖയുണ്ട്, എനിക്കെതിരെ എഴുതിയൊരു അന്യായ രേഖയുണ്ട്. ആ വെളിപ്പാട് വലിയ വെളിപ്പാടാണല്ലോ. അത് കണ്ട് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു.
നമ്മൾ ഈ വല്ലവരെയൊക്കെ കുറ്റം പറയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പരിശോധിച്ചിട്ട് വേണം കുറ്റം പറയാൻ. നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നമ്മൾ വല്ലവരെയൊക്കെ മെക്കിട്ട് കയറുമ്പോൾ, വല്ലവരുടെയൊക്കെ മെക്കിട്ട് കയറുമ്പോൾ, വാക്കുകൊണ്ട് എഴുത്തുകൊണ്ടും ഒക്കെ മെക്കിട്ട് കയറുമ്പോൾ നന്നായിട്ടൊന്ന് ആത്മപരിശോധന നടത്തിയിട്ട് വേണം മെക്കിട്ട് കയറാൻ. ദുഃഖിക്കേണ്ടി വരും. നമ്മൾ വല്ലവരെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്ന് അവരുടെ ജീവിതമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വേണം ഒന്ന് കുറ്റപ്പെടുത്താൻ. സത്യം തിരിച്ചറിയുമ്പോൾ ദുഃഖിക്കേണ്ടി വരും. ഹല്ലേലൂയ. എത്ര പേര് ആ പാഠമൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പഠിക്കണം. നമുക്ക് പലപ്പോഴും നമ്മൾ ശരിയാണെന്ന് തോന്നും, മറ്റു പലരുമാണ് പെശക്, കുഴപ്പക്കാരെന്ന് തോന്നും. പക്ഷെ അവരുടെ ജീവിതം ഒന്ന് ഇറങ്ങി പഠിക്കുമ്പോൾ അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്നൊരു കാരണം നമുക്ക് പിടികിട്ടും. അന്നേരം നമുക്ക് മനസ്സിലാവും, ഈ കേസ് ഞാനൊന്ന് പ്രാർത്ഥിച്ചെങ്കിൽ തീരാവുന്നതേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചിൽ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു സഹോദരി വന്നു. അവർ മറ്റൊരു ക്രിസ്ത്യൻ ഡിനോമിനേഷനിൽ പെട്ടവരാണ്. പക്ഷെ അവർ ആ മീറ്റിങ്ങിൽ വന്നു. ആ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് അവരെ തൊട്ടു. അവസാനം അവരെന്നെ കാണാൻ വെയിറ്റ് ചെയ്തു. അവർ വെയിറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ആകെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആകെ ഒരു കുറ്റബോധത്തിനകത്താണ് പാസ്റ്റർ, കുറ്റബോധത്തിനകത്താണ്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി ആൻറ്റി? അത് പാസ്റ്റർ, ഒന്നാമത്തെ പ്രശ്നം, എൻ്റെ മകൻ ഇപ്പോൾ ഒരു ട്രോമ സ്റ്റേജിലാണ്. എന്താ കാര്യം? മകൻ്റെ കൂട്ടുകാരൻ അവൻ സൂയിസൈഡ് ചെയ്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞ ദിവസം. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. പക്ഷെ പാസ്റ്റർ, അതിന് ഒരാഴ്ച മുന്നേ ഞാൻ 1-2 പ്രാവശ്യം സ്വപ്നം കണ്ടു ഈ മകൻ സൂയിസൈഡ് ചെയ്യുന്നതായിട്ട്. അതുകൂടാതെ 1 മാസം മുന്നേ എന്നെ അവൻ്റെ സ്കൂൾ സ്വപ്നം കാണിച്ചിട്ട് ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടൊരു ആത്മഹത്യയുടെ ശക്തിയുണ്ട്, അതിനെതിരെ നീ പ്രാർത്ഥിക്കണമെന്നുള്ള നിലയിൽ ഞാൻ സ്വപ്നം കണ്ടതാ പാസ്റ്റർ. പക്ഷെ ഞാൻ എന്തോ എൻ്റെ തിരക്ക് കൊണ്ടോ എൻ്റെ അവഗണന കൊണ്ടോ ഞാനത് ചെയ്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അവൻ്റെ കൂട്ടുകാരൻ സൂയിസൈഡ് ചെയ്തു. അതിൻ്റെ ഒരു ട്രോമയിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വേറെ 2 പിള്ളേരും കൂടെ സൂയിസൈഡ് ചെയ്തു. അതേ സ്കൂളിലെ മറ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ കൂടെ സൂയിസൈഡ് ചെയ്തു. കൂടാതെ ഇവരുടെ മകനും സൂയിസൈഡ് ചെയ്തു. ഇവരുടെ മകൻ്റെ ഫ്രണ്ടും സൂയിസൈഡ് ചെയ്തു. പാസ്റ്റർ, എനിക്ക് ഭയങ്കര കുറ്റബോധം. ആ വിഷയം ഞാൻ പ്രാർത്ഥിക്കാനല്ലേ പാസ്റ്റർ ശരിക്കും ആ സ്വപ്നം എന്നെ കാണിച്ചേ? എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ എന്തായി പറഞ്ഞതെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നു? നമ്മുടെ സ്വപ്നങ്ങളിൽ കൂടെ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ഭാഷയിലെ, ദൈവത്തിൻ്റെ ആശയവിനിമയ സംവിധാനങ്ങളിലെ ഒരു സംവിധാനമാണ് സ്വപ്നങ്ങൾ. സ്വപ്നങ്ങളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അത് 2 മണിക്കായിരിക്കും, 3 മണിക്കായിരിക്കും, 5 മണിക്കായിരിക്കും, 12 മണിക്കായിരിക്കും. ചിലപ്പോൾ ഒന്ന് കിടന്ന് കണ്ണ് മയങ്ങുമ്പോഴായിരിക്കും. കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ചില ആൻറ്റിമാരൊക്കെ എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ പറയാറാണ്, ഇന്നലെ ഞാൻ പാസ്റ്ററിനെ സ്വപ്നം കണ്ടു, ഞാൻ പാസ്റ്ററിന് വേണ്ടി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. താങ്ക് യു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് താങ്ക് യു. എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി. ദൈവം അങ്ങനെ കാണിക്കുമെങ്കിൽ ചെയ്യണം. കാരണം ഞാൻ ഒത്തിരി പേര്, നിങ്ങൾ എന്നെ ഒറ്റ ഒരാളെ കാണുന്നുള്ളൂ, പക്ഷെ ഞാൻ ഒത്തിരി പേര്, ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു ദിവസം ശുശ്രൂഷിക്കുന്ന ആളാണ്. നാളെ എനിക്ക് 10,000 ശുശ്രൂഷിക്കണം. അതിനുശേഷം മറ്റന്നാൾ എനിക്ക് 1,00,000 പേരെ ശുശ്രൂഷിക്കണം. അതിനുശേഷം എനിക്ക് 1 കോടി പേരെ ശുശ്രൂഷിക്കണം. എന്നെ നോക്കി കണ്ണുരുട്ടുമൊന്നും വേണ്ട, ഇയാൾക്ക് അതിനുള്ള കഴിവുണ്ടോയെന്നൊന്നും ചോദിക്കേണ്ട. എൻ്റെ കഴിവ് കൊണ്ടല്ല ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന പോലെ. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. എൻ്റെ ആഗ്രഹമാണത്, ശുശ്രൂഷിക്കണം. അപ്പോൾ അത്രയും പേരെ ശുശ്രൂഷിക്കണമെങ്കിൽ എന്നെ കാണുന്ന നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണം. ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളുടെ പ്രാർത്ഥനയും വേണം. നന്ദി. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ഇല്ലെങ്കിൽ ഇന്നു മുതൽ ദയവായി ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുത്താലും. അപ്പോൾ ചില സ്വപ്നങ്ങൾ ദൈവം കാണിക്കുമ്പോൾ ഇത് പലർക്കും ഒരു തിരിച്ചറിവാകട്ടെ. എൻ്റെ ആഗ്രഹം അതാ, അല്ലാതെ വരത്തില്ലല്ലോ നമ്മുടെ ഈ മെസ്സേജിനിടയ്ക്ക്.
പാസ്റ്റർ ഞാനത് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പറഞ്ഞു തീർച്ചയായും നമ്മൾ ഈ സത്യം മറയ്ക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു തീർച്ചയായും അത് ആൻറ്റി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചത് തന്നെയാണ്. പക്ഷെ അപ്പോൾ ആൻറ്റി ചെയ്തില്ല. എന്നാൽ തെറ്റ് ആൻറ്റി തിരിച്ചറിയുന്നു. എന്നാൽ അതിൻ്റെ പേരിൽ ഇനി ദൈവം ആൻറ്റിയെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം അത്രയും ഭയങ്കര ഒരു എഡ്യൂക്കേഷൻ അവർ നിൽക്കുന്ന ഒരു ഒരു ചർച്ചിലില്ല. അപ്പോൾ ഈ സ്വപ്നം കണ്ടാൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം, അതിനെ ശാസിക്കണം, ബന്ധിക്കണം, അതിനുള്ള അതോറിറ്റി നമുക്കുണ്ട് ഇത്യാദി പഠിപ്പിക്കലുകളൊന്നും അവർ നിൽക്കുന്ന ആ ഒരു ചർച്ചിലില്ല. പക്ഷെ അവരെന്നോട് സംശയമായി വന്ന് ചോദിക്കുകയാണ്, പാസ്റ്റർ തീർച്ചയായിട്ടും അപ്പം ഞാൻ ആ സ്വപ്നം കണ്ടത് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നോ? അത് എന്നോടൊരാളങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഭയങ്കര കുറ്റബോധം. ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നും നമ്മളത് ദൈവസന്നിധിയിൽ അതിന് ക്ഷമ ചോദിക്കുന്നൊരു മനോഭാവം നമുക്കുണ്ടെന്നും കണ്ടാൽ ദൈവം പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തത്തില്ല. ദൈവം പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തും. ഞാൻ പറഞ്ഞു ആൻറ്റി ആ കുറ്റബോധത്തിൽ നിന്ന് ഇപ്പോൾ സ്വതന്ത്രമാകണം. പക്ഷേ ആൻറ്റി ഇനി പ്രാർത്ഥിക്കണം. കാരണം ഇനിയും പിള്ളേരവിടെ ഉണ്ട്. ആ ഒരു മരണത്തിൻ്റെ ശക്തി അവിടെ, സൂയിസൈഡിൻ്റെ ഒരു സ്പിരിറ്റ് അവിടെ കിടന്ന് കറങ്ങുന്നത് കൊണ്ടാണ് ഈ ചെറുപ്പക്കാരെ കൊണ്ടുപോകുന്നത്. അതിന് എഗെയിൻസ്റ്റായിട്ട് ആൻറ്റിക്ക് പ്രാർത്ഥിക്കാനൊരു ഡ്യൂട്ടി ദൈവം തന്നിരിക്കുന്നു. ആൻറ്റിക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാകും. എന്നെ കേൾക്കുന്ന ഈ ആൻറ്റിയോടെ ഞാൻ പറയുന്നത്, ആൻറ്റിക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാകും, അങ്കിളിന് വേറെ പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ദൈവം അഡീഷണൽ ഒരു ഡ്യൂട്ടി തരികയാണ്. ദൈവം അഡീഷണൽ ഒരു ഡ്യൂട്ടി തരികയാണ്. അത് ഈ ഗവൺമെൻറ് സെർവൻസിനെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ചില സ്പെഷ്യൽ ഡ്യൂട്ടീസ് ദൈവം ഗവൺമെൻറ് അവർക്കിടും, ഉന്നത ഉദ്യോഗസ്ഥർ അവർക്കിടും. അവരതും ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ ചില ഡ്യൂട്ടീസ് ദൈവം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്കിപ്പോൾ നമ്മൾ ഫ്രീ ആണോ, നമുക്ക് വേറെ പോരാട്ടം ഇല്ലാത്തവരാണോ, നമുക്ക് വേറെ പ്രാർത്ഥന വിഷയം ഇല്ലാത്തവരാണോ നോക്കിയല്ല ദൈവം തരുന്നത്. ചില മേഖലകൾ ദൈവം നമ്മളെ ഏൽപ്പിക്കും. നമ്മൾ ആ കാര്യത്തിൽ കണ്ണു തുറന്നവരാണെന്ന് തമ്പുരാന് തോന്നിയാൽ മാത്രമേ അടുത്ത ഡ്യൂട്ടി നിന്നെ ഏൽപ്പിക്കത്തുള്ളൂ. നമ്മളവിടെ അവതാ പറഞ്ഞും ഒഴിവ് കഴിവ് പറഞ്ഞും എക്സ്ക്യൂസ് പറഞ്ഞും എഴുന്നേറ്റ് പോകുന്ന ഒരു ക്യാരക്ടർ അല്ലെന്ന് കർത്താവിന് തോന്നിയാലേ ദൈവം പിന്നെയും നിന്നെ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ആ ദേശത്തിൻ്റെ ഒരു വിരോധ രേഖ മായ്ച്ചു കളയാൻ, ഇവരെ ദൈവാത്മാവ് ഉണർത്തിച്ച ഒരനുഭവത്തിൽ ഇവർക്കത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയുള്ളത് കൊണ്ടാണ് അവിടെ ആ മരണത്തിൻ്റെ ശക്തി ജയിച്ചത്. 3 പിള്ളേരെ എടുത്തു. എന്നാൽ ഇവിടെ ഇയ്യോബ് പറയുന്നു, അയ്യോ എനിക്ക് വിരോധമായി എഴുതിയ അന്യായ രേഖ കണ്ടുകിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിലൊരു നല്ല കാലം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഗെയിൻസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു വാദത്തിൻ്റെ ശക്തിയെ, ഒരു രേഖയെ, ഒരു വിരോധ രേഖയെ, ഒരു നിലനിൽക്കുന്ന രേഖയെ, ഒരു എഴുത്തെഴുതി അതിൻ്റെ കീഴിൽ വിലയുള്ള ഒരു സീലടിച്ചിരിക്കുന്ന രേഖയെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ദൈവകൃപയിൽ നാം ജീവിക്കുമ്പോഴും ആ രേഖ നമ്മൾ കണ്ടു കെട്ടി അതിനെ തകർത്ത് നിർവീര്യമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എന്ന് ദൈവഭക്തനായ ഇയ്യോബ് തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് രാത്രിയിലായിരിക്കാം, പകലിലായിരിക്കാം, ഉച്ചയ്ക്കായിരിക്കാം, അർദ്ധരാത്രിയിലായിരിക്കാം, യാത്രയിലായിരിക്കാം, വീട്ടിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, എവിടെയുമായിരിക്കാം. നിങ്ങൾ എവിടെ ഇരുന്ന് ഈ മെസ്സേജ് കേൾക്കുന്നു, ഈ സെക്കൻഡിൽ നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുക. നിന്റെ ജീവിതത്തിലൊരു നല്ല കാലമുണ്ടാകാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ വിരോധ രേഖകളും, എല്ലാ അന്യായ രേഖകളും, എല്ലാ അന്യായ ബന്ധനങ്ങളും, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സകല പൈശാചികവും മാനുഷികവുമാകുന്ന കരങ്ങളും ബന്ധങ്ങളും ശബ്ദങ്ങളും എനർജിയും യേശുവിന്റെ നാമത്തിൽ ഈ സെക്കൻഡ് ഞാൻ പിടിച്ചു കെട്ടി അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇന്നത് തിരിച്ചറിഞ്ഞൊന്ന് പിടിച്ചെടുക്കുക. ആ ദൈവശക്തിയോട് അതിനെ പിടിച്ചെടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ പറയുന്നത്, കൈയെഴുത്തു മായിച്ചു. കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, കൈയെഴുത്തു മായിച്ചു. രണ്ടാമത്തെ ലേഖനം ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താൻ പോവുക. കൊലോസ്യർക്ക് ലേഖനം എഴുതി, അതിനാൽ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും
പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തു മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവരെ പരസ്യമായ കാഴ്ചയാക്കി, അവരെ പരസ്യമായ കാഴ്ചയാക്കി, അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഞാൻ രണ്ട് വാക്ക് കൂടെ ഇനി ചേർത്ത് പറയാൻ പോവുക. 2 വാക്കും കൂടെ ചേർത്ത് പറയാൻ പോവുക. ക്രൂശ്, കയ്യെഴുത്തു മായിച്ചു. ഈ വാക്കിൽ നമ്മളതിൻ്റെ മൂലപദം പരിശോധിക്കുമ്പോൾ, ഭാഷകൾ ഗ്രീക്കും മറ്റും പരിശോധിക്കുമ്പോൾ അവിടെ കിടക്കുന്നത് ഗ്രാഫൈൻ എന്നൊരു വാക്കാണ്. കയ്യെഴുത്തു മായിച്ചു എന്ന വാക്കിന് ഗ്രാഫൈൻ, നമുക്ക് 2-3 വാക്ക് കാണാം. ഗ്രാഫൈൻ എന്നൊരു വാക്ക് നമുക്ക് കാണാം. അതിന് എഴുതുക എന്നൊരർത്ഥമുണ്ട്. ഗ്രാഫൈൻ എന്ന വാക്കിന് എഴുതുക എന്ന അർത്ഥമുണ്ട്. ഇതിൽ അടുത്തൊരു വാക്കുണ്ട് കാറ്റാഗ്രാഫൈൻ. കാറ്റാഗ്രാഫൈന് എതിരായിട്ടൊരു രേഖ എഴുതുക എന്നൊരർത്ഥമുണ്ട്. കാറ്റാഗ്രാഫൈന് എതിരായ രേഖ ചമയ്ക്കുക, അല്ലെങ്കിൽ വിരോധമായ ഒരു രേഖ ഉണ്ടാക്കുക എന്നൊരർത്ഥമുണ്ട്. 3-മതൊരു വാക്ക് കിടപ്പുണ്ട്, കയ്യെഴുത്തു മായിച്ചു എന്നൊരു വാക്ക്. അതിന് എക്സാലൈഫോ എന്നൊരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാലൈഫോ എന്ന വാക്കിൻ്റെ അർത്ഥം കേവലം മായ്ച്ചു കളയുക എന്ന് മാത്രമല്ല, ഒരു പാടുപോലും കാണാത്ത രീതിയിൽ മായ്ച്ചു കളഞ്ഞു എന്നൊരു വാക്കാണ്. യേശുവിൻ നാമത്തിൽ 3 വാക്കിൽ 1 ഗ്രാഫൈൻ, എഴുതുക. കാറ്റാഗ്രാഫൈൻ, നിനക്ക് വിരോധമായ ഒരു രേഖ ഉണ്ടാക്കുക. അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക്, കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, ദൈവശക്തിയുമായി പരിചയമുള്ള നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പുതിയ പദം അവിടെ വരുന്നു. എക്സാലൈഫോ. ആ എഴുതിയ വിരോധമായ രേഖകൾ, എഴുതിച്ച രേഖകൾ, എഴുതാൻ ഉപയോഗിച്ച പാടുകൾ, അത് ലെവലേശം പോലും ഇല്ലാതെ, ഒരു നിഴല് പോലും ഇല്ലാതെ, ഒരു തരിമ്പ് പോലും ഇല്ലാതെ, ഒരു പാട് പോലും ഇല്ലാതെ മുഴുവനായും തുടച്ച് നീക്കിക്കളഞ്ഞ എക്സാലൈഫോ അതാർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഈ മീറ്റിംഗിൽ ദൈവകൃപയിലും ശക്തിയിലും നിലനിൽക്കുന്നവർക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ കർത്താവായ യേശുക്രിസ്തു ഇന്നും 3 ആണികളിൽ ക്രൂശിൽ തൂങ്ങിക്കിടപ്പില്ലെന്നും, അവൻ കല്ലറയ്ക്കകത്തേക്ക് പാതാളത്തോളം ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ പാതാളത്തിൽ പോകേണ്ടവരെയൊക്കെയും പിടിച്ചുകൊണ്ട് വരത്തക്കവണ്ണം അതിനകത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ആ പുനരുദ്ധാന ശക്തിയോടുകൂടെ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നു എന്നും വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കൾക്കും യേശുവിൻ്റെ നാമത്തിൽ എത്ര പഴക്കം ചെന്നതും പാരമ്പര്യം ചൊല്ലാനുള്ളതുമാകുന്ന ഒരു ശക്തിയാണ് നിനക്ക് വിരോധമായി നിൽക്കുന്നതെങ്കിലും, ഏത് രേഖയിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ശക്തിയാണ് നിനക്ക് വിരോധമായി നിൽക്കുന്നതെങ്കിലും, ഏത് എതിർപ്രാർത്ഥനയിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ശക്തിയാണ് നിനക്ക് വിരോധമായി നിൽക്കുന്നതെങ്കിലും, എക്സാലൈഫോ എന്ന ശക്തി പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവമക്കളുടെ ജീവിതത്തിൽ, അത് രോഗമായിട്ടാകട്ടെ, ശാപമായിട്ടാകട്ടെ, തകർച്ചയായിട്ടാകട്ടെ, വെല്ലുവിളികളായിട്ടാകട്ടെ, പോരാട്ടമായിട്ടാകട്ടെ, നിലനിൽക്കുന്നെങ്കിൽ ഈ സെക്കൻഡിൽ എക്സാലൈഫോയിൽ വിശ്വസിക്കുന്ന, ദൈവശക്തിയിൽ വിശ്വസിക്കുന്ന, വിരോധ രേഖകളെ മായ്ച്ചു കളയുമെന്ന് വിശ്വസിക്കുന്ന, നിനക്ക് നന്മ ലഭിക്കത്തില്ലെന്നുള്ള ഒരു രേഖ മായ്ക്കുമെന്ന് വിശ്വസിക്കുന്ന, നിന്റെ അവകാശം നിന്നിലേക്ക് വരികയില്ലെന്നുള്ള ആ രേഖ മായ്ക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന എക്സാലൈഫോ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ഈ സെക്കൻഡിൽ തടയപ്പെട്ട നന്മകളുടെ മേലുള്ള, തടയപ്പെട്ട ബന്ധങ്ങളുടെ മേലുള്ള, തടയപ്പെട്ട സൗഖ്യങ്ങളുടെ മേലുള്ള എല്ലാ സാത്താനിക രേഖകളും ക്യാൻസൽ ചെയ്യുന്നു. എക്സാലൈഫോയുടെ പവർ വ്യാപരിക്കട്ടെ. ആ ക്രൂശിൽ സംഭവിച്ച ദൈവപ്രവൃത്തി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവരുടെ മേൽ പരസ്യമായി ജയോത്സവം കൊണ്ടാടിയ ആ ദൈവശക്തി, ആ എക്സാലൈഫോയുടെ പ്രവൃത്തി ഇത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കണമേ കർത്താവേ. ഈ പ്ലാറ്റ്ഫോമിൽ സംഭവിക്കണമേ കർത്താവേ. ഈ ചാനലിൽ സംഭവിക്കണേ കർത്താവേ. വിരോധമായ രേഖകൾ, വിരോധമായ ദൃഷ്ടികൾ, വിരോധമായ വാക്കുകൾ, വിരോധമായ ഇമോഷൻസ്, വിരോധമായ പ്രാർത്ഥനകൾ, വിരോധമായ സകല പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ നിന്നും, ഈ ചാനലിൽ നിന്നും ബ്രേക്ക് ചെയ്യുന്നു.
ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികൾ ക്യാൻസൽ ആകുന്നു, ഇരുട്ടിൻ്റെ ശക്തികൾ ക്യാൻസൽ ആകുന്നു. വിശ്വസിക്കാമെങ്കിൽ മാത്രമേ വിശ്വസിക്കാവുള്ളൂ, അല്ലെങ്കിൽ വിട്ടേക്കുക. ആ വിടുതൽ എന്നിലേക്ക് വന്നു ചേരും. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ ശക്തികൾ ക്യാൻസൽ ആകുന്നു. എല്ലാ നന്മകളെ തടയുന്ന, വളർച്ചയെ തടയുന്ന, അഭിവൃദ്ധിയെ തടയുന്ന, മുന്നേറ്റത്തെ തടയുന്ന, ശുശ്രൂഷ തടയുന്ന, കംഫർട്ടിനെ തടയുന്ന, ബന്ധങ്ങളെ തടയുന്ന, വരുമാനങ്ങളെ തടയുന്ന, പ്രാർത്ഥനയെ തടയുന്ന, ദൈവകൃപയെ തടയുന്ന, വെളിപ്പാടുകളെ തടയുന്ന, അഭിഷേകത്തെ തടയുന്ന, ആരോഗ്യത്തെ തകർക്കുന്ന, എല്ലാ സൗന്ദര്യത്തെയും കെടുത്തുന്ന പൈശാചിക വൃന്ദങ്ങൾ, അതിൻ്റെ പ്രവൃത്തികൾ, എല്ലാ വിരോധമായ രേഖകൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കണ്ടുകെട്ടി അതിനെ എക്സാ ലൈഫോ ഉപയോഗിച്ച് റിമൂവ് ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ട്, എനിക്കറിയാം. അത് യൂട്യൂബിലും ഉണ്ട്, സൂമിലും ഉണ്ട്. ആ ദൈവപ്രവൃത്തി പലയിടത്തും നടന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങൾ ഏത് രാജ്യത്തിലാകട്ടെ, ഏത് പട്ടണത്തിലാകട്ടെ, എവിടെയോ ആകട്ടെ, receive this power right now, receive this blessing right now, receive this word right now. Lekotofara mashanta lakomayaba. Come on, Rufena Rufel Toro Ziantal Mahazwa, in the name of Jesus. വചനം പറയുന്നു, കൈയെഴുത്തു മായിച്ചു, വിരോധമായ രേഖ മായിച്ചു. ഒരു പുനരുത്ഥാനം സംഭവിക്കണോ, ഒരു റിസറക്ഷൻ സംഭവിക്കണോ, എഴുത്തു മാറണം. യേശു കർത്താവ് പുറത്തു വരരുതെന്ന് പറഞ്ഞ് ഒരു കല്ലുരുട്ടി വെച്ചു. റോമൻ ഇംപീരിയൽ മുദ്ര ടിങ് കൊണ്ട് സീല് കുത്തി. ഒരു രേഖ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചിട്ട് ക്രിസ്തുവിനെ പുറത്തെടുത്തേ മായ്ച്ചു കളഞ്ഞു. റോമൻ ഇംപീരിയൽ മുദ്രകളെ മായ്ച്ചു കളയുന്ന എക്സാ ലൈഫോ. എവിടെ നിന്നാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്? എവിടെ നിന്നുള്ള വെല്ലുവിളിയാണെങ്കിലും അതിനെ മായ്ച്ചു കളയുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിനെ മായ്ച്ചു കളയുന്ന എത്ര കൊടികെട്ടിയ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് വിരോധമായ ഒരു നിയമമുണ്ടാക്കിയാലും, നിങ്ങൾക്ക് വിരോധമായ ഒരു കള്ളരേഖ ഉണ്ടാക്കിയാലും, കള്ളക്കേസ് ഉണ്ടാക്കിയാലും, അതിനെ റിമൂവ് ചെയ്ത് കളയുന്ന ഒരു എക്സാ ലൈഫോ. ചേർന്ന് നിൽക്കുക. ഈ ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുക. എന്തോ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവം നിൻ്റെ ജീവിതത്തിൽ എന്തോ ചെയ്യാൻ പോവുക. ഈ പ്ലാറ്റ്ഫോമിലൂടെ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ എന്തോ ചെയ്യാൻ പോവുക. ചേർന്ന് നിൽക്കുക. ഈ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുക. എന്തോ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. മായത്തില്ലെന്നും മായ്ക്കാൻ പറ്റത്തില്ലെന്നും മാറ്റാൻ പറ്റത്തില്ലെന്നും ഒക്കെ മനുഷ്യൻ വിധി എഴുതിയതിനെ കർത്താവ് മായ്ക്കും. കമോൺ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും വിശ്വസിക്കുന്ന എല്ലാവരും ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എന്തോ ഒരു പുതിയ രേഖ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി എഴുതുമ്പോൾ പഴയ രേഖകൾ കംപ്ലീറ്റ്ലി യേശുവിൻ്റെ നാമത്തിൽ റിമൂവായി പോവും. മഹത്വത്തിൻ്റെ സാന്നിധ്യം ഈ സമയം വ്യാപരിച്ചു തുടങ്ങട്ടെ. എല്ലാ വിരോധമായ രേഖകൾ, എല്ലാ അന്യായമായ രേഖകൾ, കയ്യെഴുത്തുകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങട്ടെ. ഒരൽപ്പം പോലും മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ ഒരു ചുവട് മുമ്പോട്ട് വെക്കുമ്പോൾ 10 ചുവട് പുറകിലോട്ട് വെപ്പിക്കുന്ന സകല സമ്മർദ്ദങ്ങൾ ഈ സെക്കൻഡിൽ യേശുവിൻ്റെ നാമത്തിൽ റിമൂവ് ചെയ്യുകയാണ്. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് 4 ദിക്കിലേക്കും ആ ദൈവശക്തി ഡിക്ലെയർ ചെയ്യുന്നു. എല്ലാം വിരോധമായി വാദിച്ച് ചലിക്കുന്ന, വിരോധമായി സഞ്ചരിക്കുന്ന, വിരോധമായി വന്നു പോകുന്ന സകല സാധാനിക ചലനങ്ങളും, സകല ദുഷ്ടാത്മ ചലനങ്ങളും ഈ സെക്കൻഡിൽ യേശുവിൻ്റെ നാമത്തിൽ പീഡിച്ചു കെട്ടി അതിനെ തകർത്ത് ഞങ്ങൾ അതിനെ എക്സാ ലൈഫോ ചൊല്ലി ക്യാൻസൽ ചെയ്യും.
Hey, no more valid here. Lamo Santa fire of God. Tatoso kumaka desano prabandasiaba. Oh, വലിയ ദൈവശക്തി ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. എത്ര ദൈവമക്കൾ അത് മനസ്സിലാക്കുന്നുണ്ട്? ആ ദൈവശക്തി എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ആ മനസ്സിലാക്കുന്നവരൊന്ന് പ്രതികരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ കാര്യങ്ങൾ. ഇയ്യോബ് പറഞ്ഞതുപോലെ ഇത് തിരിച്ചറിയുന്നവന് ഭാഗ്യമാ. എനിക്ക് വിരോധമായിട്ടുള്ള ഒരു അന്യായ രേഖ കണ്ടു കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഈ ഭാഗ്യം പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ച ദൈവസഭയ്ക്കുള്ളത് എന്താണെന്നറിയാമോ? എവിടെ നിനക്ക് വിരോധമായി എത്ര ആഴത്തിൽ കുഴിച്ചിട്ട രേഖയും നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പകൽ പോലെ തുറന്നു തരുന്ന ഒരു ദൈവശക്തി എനിക്കും നിങ്ങൾക്കും സ്വന്തമായിട്ടുണ്ടെന്നുള്ളതാ. എനിക്കും നിങ്ങൾക്കും സ്വന്തമായിട്ടുണ്ടെന്നുള്ളതാ. എവിടെ മറച്ചിരുന്ന് ചെയ്തതാണെങ്കിലും പ്രാർത്ഥിക്കാൻ കയറുന്ന പ്രാർത്ഥന മുറിക്കകത്ത് നിനക്ക് വിരോധമായ രേഖകളെ ഒരു പുസ്തകം തുറന്ന് കാണിക്കുന്നത് പോലെ കാണിച്ച് അതിനെ എക്സാലൈഫോ പോലെ ക്യാൻസൽ ചെയ്ത് കളയാനുള്ളൊരു അധികാരം നമ്മുടെ മേൽ ക്രിസ്തു മുഖേന തന്നിട്ടുണ്ടെന്നുള്ളതാ. ആ റിസറക്ഷൻ പവറിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. അസാധാരണമായ ദൈവശക്തി ഇവരുടെ സർവ്വമേഖലകളിലേക്കും ഇപ്പോൾ പറന്നു ചെല്ലട്ടെ. ഇവരെ വിടിവിച്ച് പുറത്തെടുത്ത് മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.